ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ 10 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞിട്ട് ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. എക്സാമൊക്കെ ഭയങ്കര ടഫായിരുന്നു. ഉറക്കം വെച്ചിട്ടുള്ള പഠിത്തം, കുറേ പഠിച്ച് അങ്ങേയറ്റത്തെ പഠിപ്പ്. കാരണം ജോലിക്ക് പോകുന്നതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ ടൈം കിട്ടലില്ല. പിന്നെ ഞാൻ രാവിലെ എടുത്ത് നോക്കുന്ന അതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 10 ദിവസം ലീവ് വേണമെന്ന് അങ്ങനെ ലീവും കിട്ടി. അത്യാവശ്യമൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഒക്കെ സപ്ലി ഉണ്ടെങ്കിൽ സപ്ലി എഴുതണം, പാസ്സാവുകയാണെങ്കിൽ പാസ്സാവണം, ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണണം. അങ്ങനെ 3 വർഷം ആയി ഡിഗ്രീൻ്റെ പിന്നാലെ പോയിട്ട്. അങ്ങനെ ഡിഗ്രി മുഴുവനാക്കി നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരുപാട് സങ്കടങ്ങൾ ഓരോ വർഷം ഓരോ സെമ്മിൻ്റെ കൂടെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മറക്കാൻ പറ്റാത്ത ഓരോരോ പ്രശ്നങ്ങൾ, പിന്നെ കൂടെ ഉള്ളവർ ചെയ്യുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഫ്രണ്ട്സായിട്ട് തന്നെ കൂടെ നിന്നിട്ട് നമുക്ക് ഇട്ടിട്ട് താങ്ങുന്ന ആൾക്കാരുണ്ട്, താങ്ങാത്ത ആൾക്കാരുണ്ട്. എല്ലാം മനസ്സിലാക്കാൻ പറ്റി. അതിപ്പോൾ ഒരു ഡിഗ്രി പഠനം കൊണ്ട് മാത്രമല്ല കേട്ടോ. വേറെ ജോലീൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആരായിട്ട് ഇടപഴകുന്നോ അവരായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പുറം ലോകം, എന്താണ് പുറത്തുള്ള പ്രശ്നങ്ങൾ, എന്താണ് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും പിന്നെ അത് അതിജീവിക്കാനും അതിലൂടെ മെച്യൂരിറ്റി കൂട്ടിയെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടി അടിഞ്ഞുകൂടി നിൽക്കുന്ന സമയത്ത് ഇതൊന്നും പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം ഇതൊക്കെ പറ്റുന്നുണ്ട്, പിന്നെ ഒക്കെ തരണം ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് കൂട്ടുകാരൊക്കെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ വലിയ താങ്ക്സ് ഉണ്ട്. കാരണം ഓരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒക്കെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരു ഇതാണ് ചില സമയം ഞാൻ അങ്ങനെ പറ്റുമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കുറേ നല്ല കൂട്ടുകാരും നല്ല ഫ്രണ്ട്സും ഉണ്ട്. എന്നാൽ ഇടയിൽ കൂടെ പാര വെച്ചിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന നല്ല ഫ്രണ്ട്സ് അതുകൊണ്ട് കേട്ടോ. അവർ നല്ല തന്നെ, കാരണം ഓരങ്ങനെ ചെയ്തില്ലേ നമ്മൾ മുന്നോട്ട് പോകില്ലല്ലോ. എൻ്റെ കാര്യത്തിൽ അങ്ങനെ കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇവിടെ വരെ എത്തിയതായാലും അങ്ങനെ +2 ലെവൽ മാറി ഡിഗ്രി ലെവൽ കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ഒക്കെ പാസ്സായി എല്ലാം സർട്ടിഫിക്കറ്റൊക്കെ ആയതിൻ്റെ ശേഷം വേറെ എന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ തീരുമാനം എടുക്കണം. അപ്പോൾ ഷോപ്പിലേക്ക് പോകാൻ 9:15 ആകുമ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫുഡ് ബാഗൊക്കെ റെഡി ആക്കിയാണ്. ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് ചോറാട്ടോ അതിൻ്റെ അകത്ത് ഉച്ചക്ക് കഴിക്കാനുള്ള ചോറ്. ജസ്റ്റ് കാണിക്കുക, ചോറും കറിയും ഉണ്ട് കേട്ടോ. ഇത് ഉച്ചക്ക് ഒന്ന് കഴിക്കുക. എന്നും ഇടയ്ക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. നോമ്പായപ്പോൾ കൊണ്ടുപോയില്ല. നോമ്പായപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴം, പിന്നെ അതാ ഒരു ബോട്ടിൽ വെള്ളം. ഇതാണ് എൻ്റെ വൈകിട്ട് വരെയുള്ള ഫുഡ്. പിന്നെ അവിടെ ടീ ടൈം ഉണ്ടായപ്പം ടീ കുടിക്കാറുണ്ടായിരുന്നു. നമുക്കൊരു ലീഡർ ഉണ്ടായിരുന്നു. ഓൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ടീ ടൈം എടുത്തതിന്. പിന്നെ സ്ഥിരമായിട്ടൊരു 2 മാസം അങ്ങനെ ചായ കുടിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് കമ്പനി പറഞ്ഞ് ചായക്ക് ടൈമില്ല. അങ്ങനെ ഇപ്പോൾ ചായയും കുടിക്കാറില്ല. അപ്പോൾ വിശക്കുമ്പോൾ വെള്ളം കുടിക്കും. എന്തെങ്കിലും സെപ്പറേറ്റ് എന്തെങ്കിലും സ്നാക്കോ കാര്യങ്ങളോ കയ്യിലുണ്ടെങ്കിൽ അത് അവിടെ ഒരു റൂമുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് കഴിക്കാൻ ചെയ്യും. വിശപ്പ് അങ്ങനെ മാറ്റും. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ ആയിട്ട് നമ്മളെ വിശപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി വൈകിട്ട് വരെ എങ്ങനെ വേണമെങ്കിലും നിൽക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ജോലിക്ക് പോകുന്ന വിശേഷം. അപ്പം ഞാൻ ലീവൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോവുകയാണേ. ഇപ്പോൾ പോയിട്ട് ജോലീൻ്റെ വിശേഷം ഇനി വേറെ പറയാനുണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് എനിക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. യൂട്യൂബ് ഉണ്ടായിട്ടാണ് കേട്ടോ എനിക്ക് ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് യൂട്യൂബിനോട്. യൂട്യൂബിൽ വീഡിയോ ചെയ്ത ഒരാളെന്നല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ വീഡിയോ എനിക്ക് മോട്ടിവേഷൻ ആയിട്ടുണ്ട്, എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അവരോടൊക്കെ താങ്ക് യു പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഡിഗ്രീൻ്റെ ക്ലാസ്സിനൊന്നും പോവാണ്ട് ഓൺലൈനിൽ മാത്രം യൂട്യൂബിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സാറുമാർ എന്ത് താങ്ക്സ് പറഞ്ഞാൽ തീരൂല. അത്രയ്ക്ക് നന്ദിയും കടപ്പാടുണ്ട് അവരോട്.
പിന്നെ അത് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് വേറൊരു വീഡിയോയിൽ. ഇന്നലെ വരെ ഞാൻ നോക്കിയ സ്ഥിരമായിട്ട് നോക്കുന്ന വീഡിയോസും അവരുടെ സപ്പോർട്ടും കാരണം അവർ ഇടുന്ന ക്വസ്റ്റ്യൻ ആൻസറൊക്കെ റെഫർ ചെയ്ത് കറക്റ്റ് നോക്കി സെലക്ട് ആക്കിയിട്ടാണ് എനിക്ക് ഡിഗ്രി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റിയത്. കാരണം ജോലിക്ക് പോവുകയും ഇത്ര ഏജൊക്കെ ആയി നമുക്കൊക്കെ ക്ലാസ് പോയിട്ട് പഠിക്കാൻ പറയുന്ന അത് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ചെറുപ്പത്തിൽ അതിനുള്ള സമയം സാഹചര്യം എന്താ ഫീസ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടായിട്ട് നിർത്തി വെച്ചൊരു അതാണ്. പിന്നെ നമ്മളെ പേരൻസ് തീരുമാനിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയത് കൊണ്ടുമാണ് നമുക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാഞ്ഞത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മുന്നോട്ട് എത്തിക്കാൻ പറ്റിയത് ഈ യൂട്യൂബിലുള്ള വീഡിയോ ചെയ്ത സാറുമാരും ടീച്ചേഴ്സും ഒക്കെയാണ് കേട്ടോ. അപ്പം അവർ ചിലപ്പം ഒരുപക്ഷെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ താങ്ക്സ് വീണ്ടും അവരുണ്ടായിട്ടാണ്. എന്താ പറയുക, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ വരണമെന്നുണ്ടോ? എനിക്കിപ്പോൾ ഞാൻ ഡിഗ്രി ചെയ്ത സമയത്ത് എനിക്ക് വെറുതെ വീട്ടിലിരുന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ക്ലാസ്സിന് പോയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ പഠിച്ചെടുത്താൽ മതിയായിരുന്നു. പക്ഷേ പഠിച്ചാൽ നമ്മൾ കൂടെ ഉണ്ട്. പഠിച്ചവൻ അപ്പം അതിനുള്ള വഴി നമുക്ക് മുന്നിൽ കാണിച്ചു തന്നു. അതും ഒരു ഭാഗ്യമാണ്. അപ്പോൾ എന്തിനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഈ കാര്യത്തിൽ. അപ്പോൾ ഇനിയും കുറേയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഒക്കെ ഇങ്ങനെ സാധിച്ചു കഴിഞ്ഞിട്ടേ പ്രത്യക്ഷപ്പെടും. അങ്ങനെയാണല്ലോ. അങ്ങനെയാണ് നമുക്ക് ഓരോരോ ഇൻഫർമേഷനൊക്കെ കിട്ടുന്നത്. അങ്ങനെയൊക്കെ മതി എന്നില്ല. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് തകർക്കാൻ ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാവും. കാരണം ഒരാളെ നേട്ടം തകർത്താലല്ലേ മറ്റൊരാൾക്ക് മുന്നോട്ട് വരാൻ പറ്റൂ. അതങ്ങനല്ലേ? അങ്ങനെ അപ്പം ഞാനങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും അത് എൻ്റെ കാര്യങ്ങളൊക്കെ മുടങ്ങും. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ചെയ്യുന്നവരവിടെ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാനിതാ ഇറങ്ങട്ടെ. 9:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അരമണിക്കൂർ കൊണ്ട് അവിടെ ഷോപ്പിലെത്തും. ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ലെവൽ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷം ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വിശേഷങ്ങൾ ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ. ഇത് ചെറിയൊരു വിശേഷമുള്ളൂ. അപ്പം ടാറ്റ ബൈ ഫ്രം ലൈല ലുലു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യാൻ മറക്കാതെ എല്ലാവരും.